ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിലായി 4 ലോകൈക സാമ്രാജ്യങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായല്ലോ. തുടർന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് എതിർ ക്രിസ്തുവിന്റെ സാമ്രാജ്യം ഇനി എത്രയും വേഗം കടന്നു വരുവാൻ പോകുന്നു, അതിനെക്കുറിച്ചാണ്. അത് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ 1 മുതൽ 7 വരെ. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിന്റെ വായ് പോലെയും ആയിരുന്നു. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. അതിന്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. സർവഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. മൃഗത്തിന് അധികാരം കൊടുത്തതുകൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. മൃഗത്തോട് തുല്യനാർ, അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞ് മൃഗത്തെയും നമസ്കരിച്ചു. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരവും ലഭിച്ചു. അത് ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായ് തുറന്നു തുടങ്ങിയ കാര്യങ്ങളാണ് അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അഥവാ അത്യുന്നതനായ ദൈവത്തിന് വിരോധമായി വമ്പും ദൂഷണവും സംസാരിക്കുന്നവനായി ദാനിയേൽ കണ്ട ആ ചെറിയ കൊമ്പ്, ദാനിയേലിന്റെ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 25-ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ തന്നെ തന്നെത്താൻ ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ ഉയർത്തുന്നവനെന്ന് 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിന്റെ അതിന്റെ 3 മുതൽ 8 വരെ പൗലോസ് വിശുദ്ധീകരിക്കുന്ന അധർമ്മമൂർത്തിയും ആയ എതിർ ക്രിസ്തുവിനെയും അവന്റെ സാമ്രാജ്യത്തെയും ആണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 10 കൊമ്പ് പോലെ 10 കൊമ്പുള്ള ആ ഹോരമൃഗം സമുദ്രത്തിൽ നിന്ന് കരയിലേക്ക് വരുന്നതായി ദാനിയേൽ ദർശിച്ച അതേ മൃഗം തന്നെ സമുദ്രത്തിൽ നിന്ന് കരയേറി വരുന്നതായി യോഹന്നാനും ഇവിടെ ദർശിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് പ്രസ്തുത മൃഗം കുറെ നാൾ സമുദ്രത്തിനടിയില് അത് ആയിരിക്കും. വീണ്ടും അത് സമുദ്രത്തിൽ നിന്ന് പൊങ്ങി വരുമെന്നാണ് നമുക്ക് ഈ ദർശനങ്ങളിലൂടെ വ്യക്തമായി കാണുവാനായിട്ട് കഴിയുന്നത്. 4-ാം മൃഗമായ റോമ സാമ്രാജ്യം നാം കണ്ടതുപോലെ ഭരണം നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ഇല്ല. ജനസമുദായ കടലില് അത് മറഞ്ഞ് കിടപ്പുണ്ട് എന്നും നമുക്ക് ചിന്തിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഇവിടെ യോഹന്നാന്റെ ദർശനപ്രകാരം അത് ജനസമുദായ കടലിൽ നിന്ന് പൊങ്ങി വരേണ്ടിയിരിക്കുന്നു. അതിന്റെ ഭരണാധികാരിയായിട്ടാണ് എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത്. ദാനിയേൽ 8-ാം അധ്യായത്തിൽ കോലാട്ടുകൊറ്റന്റെ 4 കൊമ്പുകളിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് പുറപ്പെട്ടതായി കാണുന്നതും ഈ അധർമ്മമൂർത്തിയെ തന്നെയാണ് എന്ന് നാം ഗ്രഹിക്കേണ്ടതും ആവശ്യമാണ്. നെബൂഖദ്നേസർ കണ്ട മഹാബിംബത്തിന്റെ കാലുകളിലെ 10 വിരലുകളും ദാനിയേലും യോഹന്നാനും കണ്ട മൃഗങ്ങളുടെ 10 കൊമ്പുകളാകുന്ന 10 രാജ്യങ്ങളുടെ ഫെഡറേഷനാണ് ഈ സാമ്രാജ്യമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇപ്പോൾ തന്നെ യൂറോപ്യൻ കോമൺ മാർക്കറ്റൊക്കെ രംഗപ്രവേശനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നല്ലോ. ഈ ഫെഡറേറ്റഡ് സമുദ്രത്തിന്റെ ഈ ഫെഡറേറ്റഡ് സാമ്രാജ്യത്തിന്റെ അധിപതിയായിട്ടായിരിക്കും ഈ അധർമ്മമൂർത്തി പ്രത്യക്ഷപ്പെടുന്നത്. എഴുന്നേൽപ്പാനിരിക്കുന്ന ഈ ലോകൈക സാമ്രാജ്യം ജാതീയ പീരീഡിലെ 4 സാമ്രാജ്യങ്ങളുടെയും ലക്ഷണങ്ങൾ ഒത്തവയായിരിക്കുമെന്ന് യോഹന്നാൻ കണ്ട ഈ ദർശനം ഇവിടെ വ്യക്തമാക്കുകയാണ്. കഴിഞ്ഞ കാലഘട്ടത്തിലെ ലോകൈക സാമ്രാജ്യങ്ങളെ പോലെ പ്രഭുത്വ വ്യവസ്ഥിതിയും അതേപോലെ സൈനിക മേധാവിത്യം, ജനാധിപത്യം ഇവയെല്ലാം കൂടെ ഒന്നിച്ചിണങ്ങി സ്വേച്ഛാധിപത്യത്തിൽ അമർന്നതായിരിക്കും ഈ യുഗാന്ത്യ വേളയിൽ എഴുന്നേൽപ്പാനിരിക്കുന്ന ലോകൈക സാമ്രാജ്യമെന്നും നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. അതിന്റെ നേതാവായ എതിർ ക്രിസ്തു ഇസ്രായേലിന് സഹായമായിട്ടായിരിക്കും രംഗപ്രവേശനം ചെയ്യുന്നത്. എന്നാൽ
ഇതിനിടയിൽ ക്രിസ്തു വന്ന സഭയെ മധ്യാകാശത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന കാര്യവും നമുക്ക് കാണാവുന്നതാണ്. തുടർന്ന് മഹാപീഡന കാലമാകുന്ന 7 വർഷമായിരിക്കും എതിർ ക്രിസ്തുവിന്റെ ഭരണം എന്നും നാം ഓർത്തിരിക്കേണ്ടതും ആവശ്യമാണ്. ആദ്യം 3.5 വർഷക്കാലം അവൻ ഇസ്രായേലിന് വളരെ അനുകൂലമായിരിക്കുമെങ്കിലും പിന്നീടുള്ള ആ 3.5 വർഷം അവൻ ഇസ്രായേലിനെ വളരെ പീഡിപ്പിക്കുകയും എന്നാൽ ഇസ്രായേലിന്റെ സഹായത്തിനായി ക്രിസ്തു കടന്നു വരികയും ചെയ്യുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതേ പ്രിയമുള്ളവരെ, കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞ പ്രവചനങ്ങളെല്ലാം അക്ഷരം പ്രതി നിറവേറി എങ്കിൽ പോകുന്നതായ ഈ പ്രവചനങ്ങളും നിറവേറിയേ മതിയാകത്തുള്ളൂ. എത്രയും വേഗം അതേ ക്രിസ്തു കടന്നു വരുവാനായിട്ട് പോകുന്നതിന്റെ ഓരോരോ സംഭവങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എതിർ ക്രിസ്തുവിന്റെ ഭരണവും ആ 7 വർഷക്കാലവും അതും ഉണ്ടായേ മതിയാകത്തുള്ളൂ. അങ്ങനെ സംഭവങ്ങളെല്ലാം ഇത് വളരെ വ്യക്തമാക്കുന്നു. 666 എന്നുള്ളതാകുന്ന മുദ്ര ഏൽപ്പിച്ചുകൊണ്ട് വാങ്ങുവാനും വിൽക്കുവാനും കഴിയാത്ത വിധത്തിൽ അവൻ ഭരിക്കും എന്ന് ഈ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ വളരെ വ്യക്തമാക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ തന്നെ അതിന്റെ ഓരോരോ കാര്യങ്ങൾ ആധാർ കാർഡായിട്ടും അതേപോലെ മനുഷ്യന്റെ നിർമ്മിതി ബുദ്ധിയോടുകൂടി പ്രത്യേക ചിപ്പുകൾ ഉപയോഗിച്ച് മനുഷ്യ ശരീരത്തിൽ അവന് ആ മുദ്ര ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. എത്രയും വേഗം കർത്താവ് വരിക തന്നെ ചെയ്യും. അതേ, നമുക്ക് വചനത്തിൽ ഉറച്ചു നിൽക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്, മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ, മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ എല്ലാ നാളും. പറവകൾ മൃഗജാതി ഇഴയുന്ന ജന്തുക്കളും, പറവകൾ മൃഗജാതി ഇഴയുന്ന ജന്തുക്കളും, രാജാക്കൾ മഹത്തുക്കൾ പ്രഭുക്കന്മാർ വംശക്കാർ, രാജാക്കൾ മഹത്തുക്കൾ പ്രഭുക്കന്മാർ വംശക്കാർ രക്ഷകനേ.